ഹലോ! ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കോട്ടയം സ്റ്റൈൽ നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഒരു അടിപൊളി മീൻകറിയാണേ. മീൻകറിയിൽ ഫേമസ് കോട്ടയം സ്റ്റൈൽ മീൻകറി തന്നെയാണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ മലബാർ സ്പെഷ്യൽ ഇല്ലെങ്കിൽ കണ്ണൂർ സ്പെഷ്യലൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് ഞാനൊരു കുറച്ച് വെറൈറ്റി ആയിട്ട് കോട്ടയം സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഈ കുടംപുളീൻ്റെ ഒരു 2 വലിയ പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ ഒരു ഫുള്ള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചൊരു വലിയ പീസ് ഇഞ്ചി ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർ ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമല്ല മീൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് മാത്രമേ കേട്ടോ അതൊക്കെ എടുത്തിട്ടുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് തന്നെ ഞാനിതാ മൺചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു തണ്ട് കറിവേപ്പിലയും നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ചായി വന്നാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു കറിയിൽ കുഞ്ഞുള്ളി അതുപോലെ തന്നെ പച്ചമുളകൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഒരു 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കുവാണേ. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് മോശമായി പോകുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഉള്ളി പച്ചമുളകൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി മുളക് പൊടി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ ഒരുപാട് എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രമായിട്ട് ചേർത്ത് കൊടുത്തേ. അതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ആ ഒരു പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അതങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു വെള്ളവും പുളിയും അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണേ. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കാണ് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലോട്ട് ഇനി കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടല്ല, കുറച്ചുകൂടെ ചെറിയൊരു ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്രയും നേരം ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം മീൻ കഷ്ണങ്ങളിലൊക്കെ പിടിക്കണം. പിന്നെ പുളിയൊക്കെ അത്യാവശ്യമുള്ളൊരു മീൻ കറിയല്ലേ. അപ്പോൾ പുളിയൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഉപ്പ് കുറച്ചധികം തന്നെ മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. മീൻ പിന്നെ ഒരുപാട് നേരം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. പിന്നെ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണേ ഉള്ളത്. ഇനി മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു പ്രാവശ്യം തിളക്കുമ്പോൾ തന്നെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പം മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നില്ലേ ഇതുപോലെ തന്നെയാണോ എല്ലാവരും മീൻകറി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു സ്റ്റൈലിൽ മീൻകറി ഉണ്ടാക്കുന്നത്. ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ഇതിൽ എനിക്ക് കുടംപുളി ഇട്ട മീൻകറി അത്ര ഇഷ്ടമല്ല. കാരണം നമ്മൾ അവിടെയൊക്കെ വാളംപുളിയാണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ഈ ഒരു സ്റ്റൈലൊന്നും. പിന്നെ ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു പുളീൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന അങ്ങനെയാണല്ലോ ആ കുടംപുളിയുടെ മീൻകറീൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെയാണോ മീൻകറി ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ലൊരു ഗ്രേവി പോലെയാണ് ഉള്ളത്. ഇത് കുറച്ച് നേരം ഇരുന്നിരുന്നത് നല്ല തിക്കായിക്കോളും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ തന്നെ തിക്കായിക്കോളും. പിന്നെ പുളി കുറച്ച് ഓവറായതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് പുളി മാത്രം എടുത്ത് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. പക്ഷെ ഒരു വലിയ പീസ് തന്നെ അതിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഉപ്പുളി ആയതുകൊണ്ടാണ്. വേണമെങ്കിൽ മാത്രം അങ്ങനെ മാറ്റിയാൽ മതി. ഇപ്പം തന്നെ മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്.
അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണേ, എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂ. അപ്പോൾ ഇപ്പം നമ്മളെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളത്തേക്ക് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. പക്ഷേ നാളെ ആകുമ്പോഴായിരിക്കും ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു കളറും പുളിയും ടേസ്റ്റും ഒക്കെ ശരിക്കും കറക്റ്റ് വരുന്നത് നാളെ ആകുമ്പോഴത്തേക്കും ആയിരിക്കുമേ. ഞാനൊരു രാവിലെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ കറക്റ്റ് അതിൻ്റെ ആ ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറി എന്ന് പറയുമ്പോൾ നല്ലൊരു കളറല്ലേ, നല്ലൊരു റെഡിഷ് കളറല്ലേ, ആ ഒരു കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെക്കുക കുറച്ച് നേരം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഓയിലൊക്കെ തെളിഞ്ഞ് ആ ഒരു നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. ഇതിൽ ശരിക്കും ആ ഒരു പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റ് പിടിച്ചിട്ട് ശരിക്കും ആ ഒരു മീൻ കറീൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോഴാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ തലേ ദിവസമൊക്കെ ആണല്ലോ ഉണ്ടാക്കി വെക്കുക എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു രീതി തന്നെയാണോ നിങ്ങളെല്ലാവരും മീൻ കറി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിൽ മല്ലിപ്പൊടി ചേർക്കുന്നത് കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മല്ലിപ്പൊടി ചേർക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഒരു 2 വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്കും അതിൽ മല്ലിപ്പൊടി ചേർക്കുന്നത് കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. അതിന് വേറൊരു ടേസ്റ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. ഇനി മല്ലിപ്പൊടി ചേർത്തിട്ടാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് എൻ്റെ ഈ ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. നല്ല സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്